Okay, അപ്പോൾ next example is design of an innovative coconut grating machine. ആക്ച്വലി നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള കോക്കനട്ട് ഗ്രേറ്റർ മെഷീൻ എന്ന് പറയുന്നത് മെക്കാനിക്കലൊന്നുമല്ല, അതായത് കൺവെൻഷനലി നമ്മൾ യൂസ് ചെയ്യുന്ന കോക്കനട്ട് ഗ്രേറ്ററാണ് സാധാരണ കോമൺ പീപ്പിൾസ് യൂസ് ചെയ്യുന്നത്. So the currently available coconut scrapers in the Indian market are time consuming, laborious and are less safe as people need to hold the coconut near the blade. ഓക്കെ, അതായത് സേഫ് അല്ല, പിന്നെന്താണ് ടൈം കൺസ്യൂമിങ് ആണ്, അങ്ങനെ കുറേ ലിമിറ്റേഷൻസ് ഉണ്ട് കൺവെൻഷനലി നമ്മൾ യൂസ് ചെയ്യുന്ന മെത്തേഡിന്. സോ നമുക്കതിനൊരു ചേഞ്ച് വേണം. ദർ ഹാസ് ബീൻ നോ ചേഞ്ച് ഇൻ ദ വേ കോക്കനട്ട് ഇസ് ഗ്രേറ്റഡ് for several decades. Now the only change occurred is the introduction of a motorized blade, an innovative coconut grater which can do the job in just few minutes with improved safety and conveniences to be designed. അതായത് നമ്മൾ ഇതുവരെ വലിയ ചേഞ്ചൊന്നും ഉണ്ടാകാത്തൊരു ഫീൽഡാണിത്. അതായത് വലിയ ടെക്നോളജീസ് ഒന്നും ആരും യൂസ് ചെയ്യാത്തൊരു ഫീൽഡാണ്. അതായത് വലിയ മീൻസ് സെവറൽ ഡിക്കേഡ്സ് ആയിട്ട് ഒരു ചെറിയ ചേഞ്ച് വന്നിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ മോട്ടറൈസ്ഡ് ബ്ലേഡ് യൂസ് ചെയ്തിട്ട് ചെറിയൊരു എക്യുപ്മെൻറ്റ്സ് ഒക്കെ ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മളുടെ ഡിസൈൻ എന്താണെന്ന് വെച്ചാൽ ഒരു ഇന്നോവേറ്റീവ് കോക്കനട്ട് ഗ്രേറ്റർ ഡിസൈൻ ചെയ്യണം വിത്ത് ഇംപ്രൂവ്ഡ് സേഫ്റ്റി ആൻഡ് കൺവീനിയൻസ്. സേഫ്റ്റിക്കും കൺവീനിയൻസിന് ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് നമ്മളൊരു പുതിയൊരു കോക്കനട്ട് ഗ്രേറ്റർ ഡിസൈൻ ചെയ്യണം. ഓക്കെ, അപ്പം നെക്സ്റ്റ് ഒബ്ജക്റ്റീവ്സ് ഓഫ് ഡിസൈൻ. ഒബ്ജക്റ്റീവ്സ് ഓഫ് ഡിസൈൻ നമുക്ക് ഒബ്ജക്റ്റീവ് ട്രീ ആയിട്ട് കൊടുക്കാം, അല്ലെങ്കിൽ പോയിൻറ്റ്സ് ആയിട്ട് കൊടുക്കാം. ഒബ്ജക്റ്റീവ് ട്രീ പറയുന്നത് കുറച്ചുകൂടെ കൺവീനിയൻ്റ് ആണ്. അപ്പോൾ നമുക്കിവിടെ സേഫ്, മാർക്കറ്റബിലിറ്റി, ക്വാളിറ്റി, കോസ്റ്റ്, യൂസർ ഫ്രണ്ട്ലി, അങ്ങനെ മെയിൻ ഒബ്ജക്റ്റീവ്സ് അതാണ്. പിന്നെ അതിന് താഴെ അതിൻ്റെ ഒബ്ജക്റ്റീവ്സ് നമ്മൾ എന്തൊക്കെയാണ് നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. സേഫ് എന്ന് പറയുമ്പോൾ എൻവയോൺമെൻ്റലി സേഫ് ആയിരിക്കും, കോ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു ഡിസൈൻ ആയിരിക്കണം. ദെൻ ഷാർപ്പ് എഡ്ജസ് ഒന്നും പാടില്ല, അതായത് യൂസർക്ക് സേഫ്റ്റിയാണ് മെയിൻലി പ്രൊവൈഡ് ചെയ്യേണ്ടത്. ദെൻ മാർക്കറ്റബിൾ മീൻസ് യൂസ്ഫുൾ ആയിരിക്കണം, പോർട്ടബിൾ ആയിരിക്കണം, ഡ്യൂറബിൾ ആയിരിക്കണം. ദെൻ ക്വാളിറ്റി, മെറ്റീരിയൽസ് യൂസ് ചെയ്തിട്ട് വേണം നമ്മൾ ഡിസൈൻ ചെയ്യാനും. ദെൻ കോസ്റ്റ്, അഫോർഡബിൾ ആയിരിക്കണം, പവർ സേവിങ് ആയിരിക്കണം. അതായത് കോമൺ പീപ്പിൾസിന് അഫോർഡബിൾ ആയിട്ടുള്ളൂ നമ്മൾ ഡിസൈൻ സക്സസ്ഫുൾ ആവുള്ളൂ. ദെൻ യൂസർ ഫ്രണ്ട്ലി, ഈസി ടു ഓപ്പറേറ്റ്, ലെസ് മെയിൻ്റനൻസ് കോസ്റ്റ്, അങ്ങനെ യൂസർ ഫ്രണ്ട്ലി ആയിരിക്കണം. അഥവാ അല്ലെങ്കിൽ നമുക്ക് ഈ ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത് നമുക്ക് ഇതുപോലെ പോയിൻറ്റ്സ് ആയിട്ട് സേഫ് അങ്ങനെ എഴുതാം, യൂസ്ഫുൾ, പോർട്ടബിൾ, അങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്തിട്ട് എഴുതാം. നെക്സ്റ്റ് ഫങ്ഷൻസ് ആൻഡ് മീൻസ് ഓഫ് ഡിസൈൻ. അതായത് മെയിൻ ഫങ്ഷൻ എന്ന് പറഞ്ഞാൽ ഈ കോക്കനട്ട് ഗ്രേറ്ററിൻ്റെ കോക്കനട്ട് സ്ക്രാപ്പ് ചെയ്തെടുക്കുക എന്നുള്ളതാണ്. ദ സ്ക്രാപ്പർ ഷുഡ് ഗ്രേറ്റ് ദ കോക്കനട്ട് ഇൻ ആൻ എഫിഷ്യൻറ്റ് മാനർ, എഫിഷ്യൻ്റായിട്ട് സ്ക്രാപ്പ് ചെയ്തെടുക്കണം. അതിനുവേണ്ടി നമ്മൾ ഡിസൈൻ മീൻസ് ഫങ്ഷൻ എങ്ങനെയാണോ ചെയ്യേണ്ടത് അതിനാണ് മീൻസ് എന്ന് പറഞ്ഞത്. അതിനുവേണ്ടി നമുക്ക് ഇലക്ട്രിസിറ്റി, മോട്ടോർ, ബ്ലേഡ്സ് ഒക്കെ യൂസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് ഡിസൈൻ കൺസ്ട്രെയിൻസ് ആണ്. അതായത് ലിമിറ്റേഷൻസ് ഓഫ് ഡിസൈൻ സ്പേസിനാണ് നമ്മൾ ഡിസൈൻ കൺസ്ട്രെയിൻസ് എന്ന് പറയുന്നത്. അതായത് ഇറ്റ് ഷുഡ് കൺസ്യൂം ലെസ് സ്പേസ്, ലെസ് എനർജി, ലെസ് വെയ്റ്റ്. ലെസ് എനർജിയും സ്പേസൊക്കെ യൂസ് ചെയ്തിട്ട് വേണം നമ്മൾ ഡിസൈൻ പ്രിപ്പയർ ചെയ്യാൻ. ദെൻ ഓപ്പറേഷൻ ഓഫ് ദ മെഷീനറി ഷുഡ് ബി സേഫ് ഫോർ ദ പീപ്പിൾ ഇൻവോൾവ്. സേഫ് ആയിരിക്കണം, അതായത് അത് യൂസ് ചെയ്യുന്ന പീപ്പിൾസിന് സേഫ് ആയിട്ടുള്ള ഡിസൈൻ ആയിരിക്കണം. ദെൻ ദ പ്രൊഡക്ഷൻ ഓഫ് കമ്പണൻറ്റ്, പർച്ചേസ് ഓഫ് കമ്പണൻറ്റ്സ് അതെല്ലാം ചെയ്തിരിക്കണം. ഓക്കെ, ദെൻ ഇറ്റ് ഷുഡ് ബി എഫക്റ്റീവ്, കൺസ്ട്രക്ഷൻ കോസ്റ്റ് എല്ലാം കുറവായിരിക്കണം. ഓപ്പറേഷൻ കോസ്റ്റ് എക്കണോമിക്കലായിരിക്കണം എന്നാണ് ഉദ്ദേശിക്കുന്നത്. ദെൻ ഷുഡ് സേവ് ടൈം ഫോർ ദ പേഴ്സൺ ഇൻവോൾവ് വിത്ത്. ഓക്കെ, ടൈം സേവിങ് ആയിരിക്കണം. ദെൻ ഷുഡ് ഹാവ് ഹൈ ക്വാളിറ്റി മെറ്റീരിയൽസ്, നമ്മൾ കൺസ്ട്രക്ട് ചെയ്യാൻ യൂസ് ചെയ്യുന്ന മെഷീൻ പാർട്സ് എല്ലാം ക്വാളിറ്റി മെറ്റീരിയൽസ് ആയിരിക്കണം. ദെൻ അപ്പിയറൻസിൽ ബ്യൂട്ടിഫുൾ ആയിരിക്കും, അതായത് എസ്തെറ്റിക്കലി ഇമ്പോർട്ടൻ്റ് ആയിരിക്കണം. ഇക്കോ ഫ്രണ്ട്ലി ഡിസൈൻ ആയിരിക്കണം. ആൻഡ് ഷുഡ് യൂസർ ഫ്രണ്ട്ലി, അതായത് കംഫർട്ടബിൾ ആയിരിക്കണം യൂസേഴ്സിന്. ദെൻ ഷുഡ് ബി ആസ് പെർ ദ റെഗുലേഷൻ ആൻഡ് ഷുഡ് അവോയ്ഡ് ദ യൂസ് ഓഫ് ചീപ്പർ മെറ്റീരിയൽസ് യൂസ് ചെയ്ത് കൺസിഡർ ചെയ്ത്, അതുപോലെ അതിൻ്റെ ലോസ് ആൻഡ് റെഗുലേഷൻസ് ഫോളോ ചെയ്യുന്ന ഡിസൈൻ ആയിരിക്കണം. ഡിസൈൻ കൺസ്ട്രെയിൻസ് കഴിഞ്ഞാൽ നമ്മുടെ ഡിസൈനെ പറ്റി ജസ്റ്റ് ഒന്ന് ഡീറ്റെയിൽ ചെയ്യാണ്. ദ മെയിൻ ഗോൾ ഓഫ് ദ ഡീറ്റെയിൽഡ് ഡിസൈൻ ഇസ് ടു പ്രൊഡ്യൂസ് ഡ്രോയിങ് ദാറ്റ് കണ്ടെയ്ൻ ദ ഇൻഫർമേഷൻ നീഡഡ് ടു മാനുഫാക്ചർ ദ പ്രൊഡക്റ്റ്. ഓക്കെ, നമ്മൾ ഡിസൈനിൽ വരുന്ന ഡ്രോയിങ്സും പ്രിപ്പയർ ചെയ്യുന്നതാണ് നമ്മൾ ഡീറ്റെയിൽ ഡിസൈനിൽ ചെയ്യുന്നത്. The innovative coconut grating machine is designed, its construction parts working are described in detail. അതായത് നമ്മൾ അതിൻ്റെ പാർട്സ്, നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഡിസൈനിൻ്റെ പാർട്സ് അത് അസംബിൾ ചെയ്തിട്ടുള്ള ഫിഗറൊക്കെ നമുക്ക് ഈ ഡീറ്റെയിൽഡ് ഡിസൈനിൽ ഇൻക്ലൂഡ് ചെയ്യിക്കാം. ഓക്കെ, അതായത് ഡിസൈൻ്റെ ഫിഗർ കൊടുക്കുന്ന പോലെ നമുക്ക് അതിന് പാർട്സ് കൊടുക്കാം. ദെൻ പാർട്സ് അസംബിൾ ചെയ്തിട്ടുള്ള ഫിഗറും കൊടുക്കാം, അത് എങ്ങനെ വേണമെങ്കിൽ കൊടുക്കാം. ഇതാണ് നമ്മൾ പാർട്സായിട്ട് കൊടുക്കുന്നത്. അതായത് ക്ലാമ്പ്, ബെഞ്ച്, കോക്കനട്ട് ഹോൾഡർ, ദെൻ മൂവർ 1, മൂവർ 2, 2 മൂവർ കൊടുക്കുന്നുണ്ട്. ദെൻ പ്ലേറ്റ് ആൻഡ് പ്ലേറ്റ് ഹോൾഡർ, ബ്ലേഡ്. ഓക്കെ, ഇതൊക്കെയാണ് ആ പാർട്സ് എന്ന് പറയുന്നത്.
ഓക്കെ, ദിസ് ഈസ് എ ഫിഗർ ഓഫ് കോക്കനട്ട് മെഷീൻ അസംബ്ലി. അതായത് നമ്മൾ ഈ കാണിച്ചിരിക്കുന്ന പാർട്സ് എല്ലാം കൂടെ അസംബിൾ ചെയ്തിട്ട് നമുക്ക് കിട്ടിയ ഒരു കോക്കനട്ട് ഗ്രേറ്റിംഗ് മെഷീൻ്റെ 3D വ്യൂ ആണ് ഈ തന്നിരിക്കുന്നത്. ഓക്കെ ഓക്കെ അപ്പോൾ നമുക്ക് ഈ ഫിഗറിൽ ആ ക്ലാമ്പ്സ് കാണാൻ പറ്റും. ക്ലാമ്പിന് 2 സ്ക്രൂസ് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, സ്ക്രൂസ് എന്ന് പറയുന്നത് ഇതാണ് 2 സ്ക്രൂസ്. ആ സ്ക്രൂസ് എന്ന് പറയുന്നത് നമുക്ക് ലോക്കിംഗ് അറേഞ്ച്മെൻറ്റിന് വേണ്ടിയിട്ടാണ് സ്ക്രൂസ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അതുപോലെ നമുക്ക് ഈ ഫിഗറിന് ശേഷം നമുക്ക് കൺസ്ട്രക്ഷൻ ഡീറ്റെയിൽസ് കൊടുക്കാം. അതായത് കൺസ്ട്രക്ഷൻ ഡീറ്റെയിൽസിലാണ് നമ്മൾ ഈ പറഞ്ഞിരിക്കുന്ന എക്യുപ്മെൻറ്റിന് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അതായത് ആ പാർട്സിനെ പറ്റിയൊക്കെ പറയുന്നു. അതായത് ക്ലാം കൺസിസ്റ്റിംഗ് ഓഫ് 2 സിലിണ്ട്രിക്കൽ സ്ക്രൂസ് വിച്ച് ആർ യൂസ്ഡ് ഫോർ ലോക്കിംഗ് അറേഞ്ച്മെൻറ്റ്. അത് നമുക്ക് ഈ ഫിഗറിൽ നോക്കിയാൽ കാണാം. 2 സ്ക്രൂസ് കാണാൻ പറ്റും. ദെൻ മൂവർ 2, മൂവർ 1, 2 മൂവേഴ്സ് യൂസ് ചെയ്തിട്ടുണ്ട്. അത് ഈ ബ്ലാക്ക് കളറിലും റെഡ് കളറിലും കാണിച്ചിരിക്കുന്നതാണ് മൂവർ 2, മൂവർ 1. ഓക്കെ, ദെൻ കോക്കനട്ട് ഹോൾഡർ ഇസ് ഫിക്സ്ഡ് ഓൺ ദ അതർ സൈഡ് ഓഫ് ദ ബെഞ്ച്. ഓക്കെ, അതുപോലെ കോക്കനട്ട് ഹോൾഡറാണ് ഈ കാണിച്ചിരിക്കുന്നത്. കോക്കനട്ട് ഹോൾഡേഴ്സ് കൊടുത്തിട്ടുണ്ട്. ആ കോക്കനട്ട് ഹോൾഡേഴ്സ് കോക്കനട്ട് ഹോൾഡ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നു. At the neck of the holder, a motor is fixed so that the holder can rotate. When the holder rotates, the coconut also rotate. Okay, അതായത് ആ ഹോൾഡറിൽ നമ്മളൊരു മോട്ടർ കൊടുത്തിട്ടുണ്ട്. അപ്പം ആ മോട്ടർ കൊടുക്കുന്ന സമയത്ത് അത് റൊട്ടേറ്റ് ചെയ്യുന്ന സമയത്ത് കോക്കനട്ടും കൂടെ റൊട്ടേറ്റ് ചെയ്യും. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ഫിഗറിൽ ഏകദേശം ഈ പോർഷനിലായിരിക്കും നമ്മൾ മോട്ടർ കൊടുത്തിട്ടുണ്ടാവും. സോ ആ മോട്ടർ റൊട്ടേറ്റ് ചെയ്യുന്ന സമയത്ത് കോക്കനട്ട് റൊട്ടേറ്റ് ചെയ്യും. അപ്പോൾ അത് ഈ ബ്ലേഡായിട്ട് കോൺടാക്റ്റ് വരുന്നതുകൊണ്ട് നമുക്ക് കോക്കനട്ട് സ്ക്രാപ്പ് ചെയ്തെടുക്കാൻ പറ്റും. ഓക്കെ, ദ പ്ലേറ്റ് ഹോൾഡർ ഈസ് ഓൾസോ അറ്റാച്ച്ഡ് ടു ദ ബെഞ്ച് വിച്ച് ക്യാൻ ബി സ്ലൈഡഡ് ഇൻവേർഡ്സ് ആൻഡ് ഔട്ട്വേർഡ്സ്. ഓക്കെ, അതുപോലെ പ്ലേറ്റ് ഹോൾഡേഴ്സ് കൊടുത്തിട്ടുണ്ട്. ഈ ഓറഞ്ച് കളറിൽ കാണുന്നതാണ് പ്ലേറ്റ് ഹോൾഡേഴ്സ്. നമ്മൾ സ്ക്രാപ്പ് ചെയ്തെടുക്കുന്ന കോക്കനട്ട് അത് കളക്ട് ചെയ്യും. ഓക്കെ, then next blades attached to mover 1 scrap the coconut completely, and the coconut and the holder can be enclosed in a glass container to avoid scattering of coconut. ഓക്കെ, അത് ബ്ലേഡ്സ് നമുക്ക് സ്ക്രാപ്പ് ചെയ്തെടുക്കും. പിന്നെ അത് ഗ്ലാസ്സിൽ ഇൻകവർ ചെയ്തെടുക്കാം, സ്ക്രാപ്പിംഗ് ഒക്കെ കുറയ്ക്കാൻ വേണ്ടി, അതായത് സ്കാറ്ററിങ് കുറയ്ക്കാൻ വേണ്ടിയിട്ട്. ദെൻ നമുക്ക് വർക്കിംഗ് പറയാം. ഫിക്സ് ദ മെഷീൻ ടു ദ ടേബിൾ യൂസിങ് ക്ലാമ്പ് യൂസ് ചെയ്തിട്ട് നമുക്ക് ആ ലോക്ക് ചെയ്യാൻ പറ്റും. ദെൻ പ്ലേസ് ദ കോക്കനട്ട് ഓൺ ദ കോക്കനട്ട് ഹോൾഡർ ആൻഡ് പ്ലഗ് ദ മെഷീൻ. അപ്പോൾ നമ്മൾ മോട്ടർ യൂസ് ചെയ്തിട്ടാന്ന് പറഞ്ഞു, സോ അതിന് പ്ലഗ് ചെയ്യണം. പ്ലഗ് ദ മെഷീൻ. When we switch on the machine, the motor at the neck of the holder starts rotating and thus the coconut rotate. അപ്പോൾ നമ്മൾ മോട്ടർ ഓൺ ആക്കുന്ന സമയത്ത് കോക്കനട്ട് റൊട്ടേറ്റ് ചെയ്യും. കോക്കനട്ട് റൊട്ടേറ്റ് ചെയ്യുന്നതിൻ്റെ കൂടെ അതായത് ആ മെഷീൻ റൊട്ടേറ്റ് ചെയ്യുന്ന സമയത്ത് കോക്കനട്ട് ഹോൾഡർ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ കോക്കനട്ട് അതിൻ്റെ കൂടെ റൊട്ടേറ്റ് ചെയ്യും. പ്ലേസ് ദ പ്ലേറ്റ് ഓൺ ദ പ്ലേറ്റ് ഹോൾഡർ ആൻഡ് സ്ലൈഡ് ദ ഹോൾഡർ ഇൻവേർഡ്സ്. അതായത് താഴെ പ്ലേറ്റ് വെക്കാം, എന്നിട്ട് ഹോൾഡർ ഉള്ളിലേക്ക് വെക്കാം. പുഷ് ദ മൂവർ ടു ഇൻസൈഡ് ആൻഡ് ലോക്ക് ദ മൂവർ യൂസിങ് ലോക്ക് അറ്റാച്ച്ഡ് ടു ദ ബെഞ്ച്. ഇങ്ങനെ മൂവർ വെച്ചിട്ട് നമ്മളത് ലോക്ക് ചെയ്യണം. ദെൻ സ്ലൈഡ് ദ മൂവർ ടു അണ്ടിൽ ദ ബ്ലേഡ് ടച്ചസ് ദ കേർണൽ ഓഫ് ദ കോക്കനട്ട്. അതായത് മൂവർ യൂസ് ചെയ്ത് നമ്മൾ ബ്ലേഡ് ഉള്ളിലേക്ക് വെക്കുകയാണ്, ഇൻവേർട്സ് ആയിട്ട് മൂവ് ചെയ്ത് വെക്കുക. എവിടം വരെ ടച്ച്, അതായത് നമ്മൾ ആ കോക്കനട്ടിൻ്റെ ഉള്ളിൽ ടച്ച് ചെയ്യുന്ന രീതിയിൽ നമ്മൾ എന്ത് ചെയ്യുകയാണ്, കോക്കനട്ട് ബ്ലേഡ് അവിടം വരെ ടച്ച് ചെയ്യുന്ന രീതിയിൽ ഫിക്സ് ചെയ്ത് വെക്കുക. നൗ ദ സ്ലൈഡ് ദ മൂവർ 1 ആൻഡ് സ്ക്രാപ്പ് ദ കോക്കനട്ട് കംപ്ലീറ്റ്ലി. അങ്ങനെ മൂവർ 1 മൂവ് ചെയ്തിട്ട് കോക്കനട്ട് സ്ക്രാപ്പ് ചെയ്യാം. കീപ് മൂവിങ് ഇറ്റ് ദ കോക്കനട്ട് സ്ക്രാപ്ഡ് കംപ്ലീറ്റ്ലി സ്ക്രാപ്പ് ചെയ്യുന്ന രീതിയിൽ വരെ നമ്മൾ മൂവ് ചെയ്തുകൊണ്ടിരിക്കുക. നെക്ക് ഓഫ് ദ കോക്കനട്ട് ഹോൾഡർ ക്യാൻ ബി ടേൺഡ് സൈഡ് വേസ് യൂസിങ് ദ ഹാൻഡിൽ അറ്റാച്ച്ഡ് ടു ഇറ്റ്. കംപ്ലീറ്റ്ലി ഗ്രേറ്റ് ദ കോക്കനട്ട് ആസ് ഡിഫറെൻറ്റ് കോക്കനട്ട് ഹാവ് ഡിഫറെൻറ്റ് ഷേപ്പ്. ഓക്കെ, അതായത് ആ കോക്കനട്ട് ഹോൾഡറിന് ഓരോ കോക്കനട്ടിന് ഡിഫറെൻറ്റ് ഷേപ്പ് ആയിരിക്കും. അപ്പോൾ ആ കോക്കനട്ട് ഹോൾഡർ നമുക്ക് സൈഡിലേക്കൊക്കെ മൂവ് ചെയ്യാൻ പറ്റും. അങ്ങനെ മൂവ് ചെയ്ത് കഴിഞ്ഞാൽ മാക്സിമം കോക്കനട്ട് നമുക്ക് സ്ക്രാപ്പ് ചെയ്തെടുക്കാൻ പറ്റും. സോ ഈ സ്ക്രാപ്പ് ചെയ്ത സ്ക്രാപ്ഡ് കോക്കനട്ട് താഴെ പ്ലേറ്റിൽ കളക്ട് ചെയ്യും. ആ പ്ലേറ്റ് ഹോൾഡേഴ്സ് നമുക്ക് ഇൻവേർഡ് ഔട്ട്സൈഡ് ആയിട്ട് മൂവ് ചെയ്യാൻ പറ്റുന്നതാണ്. സോ നമുക്കത് പുറത്തേക്ക് എടുക്കാൻ പറ്റും. ഓക്കെ, ഇത്രയാണ് അതിന് ഡിസൈനിനെ പറ്റി നമ്മൾ പറയുന്നത്. ഓക്കെ, അപ്പോൾ ഡിസൈനിൽ നമ്മൾ മാക്സിമം ഫിഗേഴ്സൊക്കെ കൊടുക്കുക. അതിൻ്റെ നമ്മൾ ഇമാജിൻ ചെയ്യുന്ന രീതിയിൽ, നമ്മൾ ഡിസൈൻ ചെയ്യുന്ന രീതിയിൽ അതിൻ്റെ വർക്കിംഗ് ഒക്കെ പറയാം. ഓക്കെ, ദെൻ അതിന് അടുത്ത അഡ്വാൻറ്റേജസ് ആണ്. അത് നമ്മുടെ ഡിസൈനിന് ഇതിൽ അഡ്വാൻറ്റേജ് ഉണ്ട്. അതായത് കൺവെൻഷനലി യൂസ് ചെയ്യുന്ന സിസ്റ്റത്തിൻ്റെ ഒരു മോഡിഫിക്കേഷനാണ് നമ്മൾ ചെയ്തത്. അതിൽ കുറച്ചുകൂടെ മെക്കനൈസ്ഡ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. സോ ദ ഇന്നോവേറ്റീവ് കോക്കനട്ട് ഗ്രേറ്റിംഗ് ഡിസൈൻ ഇസ് റിയലി ടൈം സേവിങ്, ലെസ് പവർ കൺസ്യൂമിങ്, സേഫ് ആൻഡ് കോസ്റ്റ് എഫക്റ്റീവ്. നമ്മളെ ഒബ്ജക്റ്റീവ്സ് എല്ലാം നമുക്ക് സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ ആ ഒബ്ജക്റ്റീവ്സ് എല്ലാം മോഡിഫൈ ചെയ്യാം. അതായത് ആ ഒബ്ജക്റ്റീവ്സ് സാറ്റിസ്ഫൈ ചെയ്യണം, അതല്ല ഇതിൻ്റെ അഡ്വാൻറ്റേജസ് ആയിട്ട് നമുക്ക് കൊടുക്കാം. ദ ഇന്നോവേറ്റീവ് കോക്കനട്ട് ഗ്രേറ്റിംഗ് മെഷീൻ ടൈം കൺസ്യൂമിംഗ് ആണ്, പെട്ടെന്ന് ചെയ്ത് തീർക്കാൻ പറ്റും, സേഫാണ്, കോസ്റ്റ് എഫക്റ്റീവ് ആണെന്നൊക്കെ പറയുന്നു. ദെൻ ഓൺലി പവർ ഇറ്റ് കൺസ്യൂം എന്ന് പറയുന്നത് ആ റോട്ടർ റൊട്ടേറ്റിംഗ് മോട്ടർ, ആ മോട്ടർ റൊട്ടേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രം വരുന്ന പവർ മാത്രമേ യൂസ് ചെയ്യുന്നുള്ളൂ. ഓക്കെ, ആൻഡ് ദ മെറ്റീരിയൽ യൂസ്ഡ് ഫോർ മേക്കിംഗ് ദിസ് മെഷീൻ ആർ സേഫ് ആൻഡ് ലോങ് ലാസ്റ്റിംഗ്.
മെഷീൻ പാർട്സൊക്കെ പറയുന്നത് സേഫാണ്, ക്വാളിറ്റി മെറ്റീരിയൽസ് ആയതുകൊണ്ട് ലോങ് ലാസ്റ്റിംഗ് ആണ്. ഓക്കെ, ദെൻ അഡ്വാൻറ്റേജ് പറഞ്ഞു. ഇനി ലിമിറ്റേഷൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് അതും കൊടുക്കാം. അതായത് ഇപ്പം ടൈം കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ പവറിലാണ് യൂസ് ചെയ്യുന്നത്, സോ അതിൻ്റെ എഫിഷ്യൻസി കുറയുന്നോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് അതിൻ്റെ ലിമിറ്റേഷൻസ് നമുക്ക് കൊടുക്കാം. ഇത്രയാണ് ഒരു ഡിസൈൻ. ആക്ച്വലി നമ്മൾ ഓരോ ഡിസൈനും ഡിഫറെൻ്റ് ആണ്. ആ ഡിസൈനർ ചെയ്യുന്ന രീതിയിലായിരിക്കും നമുക്ക് ആ ഡിസൈൻ കിട്ടുന്നത്. ഓക്കെ, ഒബ്ജക്റ്റീവ്സും ഈ കൺസ്ട്രെയിൻസ് എല്ലാം സെറ്റ് ചെയ്യുന്ന ഡിസൈനറാണ്. സോ ആക്ച്വലി നമ്മൾ കൊടുക്കുന്ന സമയത്ത് ആദ്യം അതിൻ്റെ പ്രോബ്ലം എന്താണോ അതൊന്ന് പറയാം. ദെൻ നമുക്ക് അതിൻ്റെ ഒബ്ജക്റ്റീവ്സ് എന്താണ്, എന്തിനു വേണ്ടിയാണ് നമ്മൾ ഡിസൈൻ ചെയ്യുന്നത്, ഫോർ വാട്ട്, അതിൻ്റെ ഒബ്ജക്റ്റീവ്സായിട്ട് നമ്മൾ കൊടുക്കേണ്ട കാര്യങ്ങളൊക്കെ ഒബ്ജക്റ്റീവ്സായിട്ട് കൊടുക്കാം. ദെൻ ഡിസൈൻ ഫങ്ഷൻസ് മീൻസൊക്കെ ഉണ്ടെങ്കിൽ കൊടുക്കാം. ദെൻ കൺസ്ട്രെയിൻസ് മസ്റ്റായിട്ട് കൊടുക്കണം. കൺസ്ട്രെയിൻസ് തന്നെ ലിമിറ്റേഷൻസ് നമ്മൾ അതിൻ്റെ ക്രൈറ്റീരിയാസ് എന്തൊക്കെയാണെന്നുള്ളത് കൊടുക്കുക. ദെൻ നമ്മളെ ഡിസൈനിനെ പറ്റി കാര്യങ്ങളൊക്കെ പറയാം, അതിൻ്റെ വർക്കിങ്ങും ഡീറ്റെയിൽസൊക്കെ കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ അതിൻ്റെ ഫിഗർ മസ്റ്റായിട്ട് കൊടുക്കണം. ഫിഗർ കൊടുക്കുമ്പോൾ നമ്മൾ ഇപ്പം നമ്മളെ ലാംഗ്വേജ് കുറച്ച് കുഴപ്പമാണെങ്കിൽ ഫിഗറിലൊക്കെ കാണുമ്പോൾ അവർക്ക് മനസ്സിലാവും കുട്ടിക്ക് ഐഡിയ ഉണ്ട് എന്നുള്ളത്. സോ നമ്മൾ ഫിഗർ നമ്മളെ ഐഡിയനെ വെച്ചിട്ട് ഡിസൈൻ ചെയ്ത് നല്ല ബെസ്റ്റായിട്ട് കൊടുക്കുക. ദെൻ നമ്മുടെ ഡിസൈനിനെ പറ്റിയും അതിൻ്റെ വർക്കിംഗ്, അങ്ങനെ ഓരോ ഡിസൈനും ചില ഡിസൈന് വർക്കിംഗ് ഉണ്ടാവില്ല, അതിൻ്റെ പെക്യുലാരിറ്റീസ് ഒക്കെ ആയിരിക്കും. അപ്പോൾ അങ്ങനെ രീതിയിലൊക്കെ അതിനെ പറ്റി എക്സ്പ്ലെയിൻ ചെയ്യാം. ചിലപ്പം ഇൻസ്ട്രുമെൻ്റ് അല്ലാത്തൊരു സാധനമാണെങ്കിൽ എക്സ്പ്ലെയിൻ ചെയ്താൽ മതി, എക്സ്പ്ലനേഷൻ കൊടുത്താൽ മതി. അങ്ങനെയൊക്കെ അത് ചെയ്ത് കഴിഞ്ഞാൽ ദെൻ ലാസ്റ്റ് അഡ്വാൻറ്റേജും അതിൻ്റെ അഡ്വാൻറ്റേജ് എന്ന് വെച്ചാൽ നമ്മൾ അതിൻ്റെ കൺവേൻഷൻ സിസ്റ്റത്തിൽ നിന്ന് എന്താണ് അതിന് മെയിനായിട്ട് ആ ഡിസൈനിന് എന്തൊക്കെ സ്പെഷ്യാലിറ്റീസ് ആണെന്നൊക്കെ കൊടുക്കാം. ദെൻ ഡിസ്അഡ്വാൻറ്റേജ് എന്ന് കൊടുക്കരുത്, ലിമിറ്റേഷൻസ് എന്നാണ് കൊടുക്കേണ്ടത്. അതായത് ലിമിറ്റേഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. അപ്പം അത് ഭാവിയിൽ വേണമെങ്കിൽ മറ്റാർക്കെങ്കിലും സോൾവ് ചെയ്തെടുക്കാവുന്നതാണ്. അതുകൊണ്ട് ലിമിറ്റേഷൻ ഉള്ള രീതിയിൽ അത് കൊടുക്കാം. ഓക്കെ.